ഹായ് ഓൾ, ഇതാ നമ്മൾ കാത്തിരുന്ന ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ പി സി പുറത്തുവിട്ടിരിക്കുകയാണ്. അപ്പം പി സി നേരത്തെ അറിയിച്ചിരുന്നു ഈ മാസം അവസാനത്തേക്കിന് ഈ നോട്ടിഫിക്കേഷൻ പുറത്തുവിടുമെന്നുള്ള കാര്യം അറിയിച്ചിരുന്നല്ലേ. അപ്പോൾ എന്തായാലും അത് നോട്ടിഫിക്കേഷൻ നമുക്ക് പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ആ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. അതിൽ നോക്കിയാൽ മനസ്സിലാവും നമുക്ക് ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ 4/2/2026 ഫെബ്രുവരി 4 മുന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിന് അപ്ലൈ ചെയ്യണം. അപ്പോൾ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. എന്താണ് ഡിപ്പാർട്ട്മെന്റ്, ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. പോസ്റ്റ് ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി ആണ്. ഇതിന്റെ സാലറി സ്കെയിൽ നോക്കിക്കുക, 43,400 മുതൽ 91,200 വരെയുള്ള ഒരു സാലറി സ്കെയിലാണ്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സാലറി സ്കെയിലാണ് നമുക്ക് ഈ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റിനുള്ളത്. അതൊരു മെയിൻ അട്രാക്ഷൻ ആണല്ലേ. അപ്പോൾ വേക്കൻസീസ് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അവർ എന്താണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ചായിരിക്കും ആ നമ്പേഴ്സ് പറയുന്നത്. അത്യാവശ്യം നല്ല നമ്പർ ഉള്ളൊരു പോസ്റ്റ് തന്നെയാണ് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഏജ് ലിമിറ്റ് 18 മുതൽ 36 വരെയാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തായിട്ട് നമുക്കപ്പോൾ അതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ ഒരു ഐഡിയ വേണം. അപ്പം ഒന്നാമതായിട്ട് പറയുന്നത് ഗ്രാജുവേഷൻ ഇൻ സയൻസ് വിത്ത് ഫിസിക്സ് ആസ് വൺ ഓഫ് ദ സബ്ജക്ട്. ഫിസിക്സ് മെയിൻ സബ്ജക്റ്റ് ആയിട്ടുള്ള ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. BSc ഫിസിക്സ്, അതുപോലെ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള കുറച്ച് കോഴ്സുകൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. അതേതാണ് നമുക്ക് വഴിയെ നോക്കാം. അതുപോലെ തന്നെ BTech അവാർഡഡ് ബൈ റെക്കഗ്നൈസ്ഡ് ബൈ എനി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള. അപ്പോൾ എന്തായാലും BTech അല്ലെങ്കിൽ BE കംപ്ലീറ്റ് ആക്കിയവർക്കും ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം സ്പെസിഫിക് ബ്രാഞ്ചസ് അല്ല, ഏത് ബ്രാഞ്ചാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് ആയിക്കോട്ടെ, മെക്കാനിക്കൽ ആയിക്കോട്ടെ, ഇലക്ട്രോണിക്സ് ആയിക്കോട്ടെ, ഇലക്ട്രിക്കൽ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡിപ്ലോമ പറയുന്നുണ്ട്, പക്ഷെ എന്താണ്, ഒരു എക്സ്പീരിയൻസ് കൂടെ വേണം. ഒരു 3 ഇയർ എക്സ്പീരിയൻസ് കൂടെ അവർ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡിപ്ലോമ കംപ്ലീറ്റ് ആക്കിയവർക്ക് എന്താണ്, ഒരു 3 ഇയർ എക്സ്പീരിയൻസ് വേണം. ഈ പറയുന്ന എക്സ്പീരിയൻസ് ഇൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലീഗൽ മെട്രോളജി എന്താണ്, ഇതിന് ഇക്വലൻ്റ് ആയിട്ട് കൂട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഇതിൽ നിങ്ങൾ പ്രധാനമായിട്ട് അറിയേണ്ടത് BTech കംപ്ലീറ്റ് ആക്കിയവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന ബ്രാഞ്ചൊന്നുമില്ല, എല്ലാ ബ്രാഞ്ചുകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും ഇത് ലാസ്റ്റ് ടൈം ഇക്വലൻ്റ് ആയിട്ട് ഏതൊക്കെയാണ് അവർ PSC കൺസിഡർ ചെയ്തെന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിൽ BSc ഫിസിക്സ് മെയിൻ സബ്ജക്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ BSc ഫിസിക്സ് ആൻഡ് മാത്തമെറ്റിക്സ് കംപ്ലീറ്റ് ആക്കിയവർക്ക് BSc ഫിസിക്സ്, അപ്ലൈഡ് ഇലക്ട്രോണിക്സ് കംപ്ലീറ്റ് ആക്കിയവർക്ക് MSc ഫിസിക്സ്, BSc MSc ഇൻ്റഗ്രേറ്റഡ് ഫിസിക്സ്, അങ്ങനെ ഈ കോഴ്സുകളൊക്കെ കംപ്ലീറ്റ് ആക്കിയവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇതൊക്കെ ഇക്വലൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ BTechന് ഇക്വലൻ്റ് ആയിട്ട് ഇവിടെ പറയുന്നുണ്ട് BE ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ വരുന്നതനുസരിച്ച് സാധാരണഗതിയിൽ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ഈ ഒരു കഴിഞ്ഞ പ്രാവശ്യം ഇക്വലൻ്റ് ആയിട്ട് എടുത്തേക്കുന്നത് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ നമുക്ക് നോക്കാം, എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. നമുക്കത് പ്രൊഫൈലിൽ നിങ്ങൾക്ക് മെസ്സേജ് വരുമ്പോഴത്തേക്കിന് അതിൻ്റെ കാര്യത്തിൽ ഒരു ക്ലിയർ ഐഡിയ കിട്ടുകയും ചെയ്യും. അപ്പോൾ എന്തായാലും BTechക്കാർക്ക് എല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിലും നമുക്ക് ഒരു ഐഡിയ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്താണ് ലാസ്റ്റ് എക്സാം ഡീറ്റെയിൽസ് ഒന്ന് ഓടിച്ചിട്ട് നോക്കാം. അപ്പോൾ കാറ്റഗറി നമ്പർ 485/2022 ആയിരുന്നു ലാസ്റ്റ് എക്സാമിൻ്റെ കാറ്റഗറി നമ്പർ. ഡേറ്റ് ഓഫ് എഫക്റ്റ്, അതായത് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 27/4/2024 അങ്ങനെയാണെങ്കിൽ ഒരു 3 ഇയർ ആണ് ഇതിൻ്റെ കാലാവധി എന്ന് പറഞ്ഞാൽ 2027 വരെ എന്തുണ്ട്, ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് PSC ഒരു റാങ്ക് ലിസ്റ്റ് നിലവിലുള്ളപ്പോൾ തന്നെ എന്താണ്, ആ ഒരു പോസ്റ്റിലേക്കുള്ള എക്സാം നോട്ടിഫിക്കേഷൻ പുറത്തുവിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി എക്സാമിൻ്റെ ഡേറ്റ് എന്ന് കാണുമെന്ന് നമ്മൾ ആലോചിച്ചാൽ ഈ റാങ്ക് ലിസ്റ്റ് നിലവിൽ അല്ലെ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുന്നതിന് മുന്നേ തന്നെ ചിലപ്പോൾ എക്സാം ഡേറ്റും വരാം. അപ്പോൾ നമുക്ക് എന്താണ്, ഇത് 2027 എക്സാം കാണത്തുള്ളൂ എന്ന് പറഞ്ഞൊന്നും നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. എക്സാമൊക്കെ എന്താണ് അതിന് മുന്നേക്ക് തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. കട്ട് ഓഫ് കഴിഞ്ഞ പ്രാവശ്യം വന്ന് 43.33 ആയിരുന്നു. മാക്സിമം മാർക്ക് 55 ആയിരുന്നു. ടോട്ടൽ അഡ്വൈസ് നിലവിൽ പോയിരിക്കുന്നത് 16 അഡ്വൈസുകളാണ് പോയിരിക്കുന്നത്. ടോട്ടൽ 90 നമ്പേഴ്സ് ആൾക്കാരുള്ളൊരു മെയിൻ ലിസ്റ്റ് ആയിരുന്നു ഇട്ടിരുന്നെന്നുള്ള കാര്യം ആലോചിക്കുക. ഓക്കെ, അടുത്തൊരു സിലബസ് ഓവർവ്യൂ, ജസ്റ്റ് എന്തൊക്കെയാണ് ഏതൊക്കെ സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് ഈ ഒരു സിലബസിൽ പഠിക്കാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് പ്രീവിയസ് സിലബസ് വെച്ചിട്ടാണ് എടുത്തത്. ഏകദേശം ആ ഒരു സിലബസ് തന്നെയായിരിക്കും ഈ പ്രാവശ്യം വരുന്നത്. കാര്യം PSC വെയിറ്റേജ് ഒക്കെ തന്നിട്ട് ഒരു സിലബസാണ്. അതിൽ വലിയ ചേഞ്ച് വരുത്താനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അതിൽ ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക് മെഷർമെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക്കുണ്ട്. അതിൽ 10 മാർക്കാണ് അവർ വെയിറ്റേജ് കൊടുത്തത്. അതുപോലെ കമ്പ്യൂട്ടറിൻ്റെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് 10 മാർക്കിന്. അതുപോലെ ഫിസിക്സ് നല്ല വെയിറ്റേജ് ഉള്ളൊരു സബ്ജക്റ്റാണ്. 30 മാർക്കിന് ഫിസിക്സ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ കെമിസ്ട്രിയും 30 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. മാത്സും ബേസിക്കായിട്ട് കുറച്ച് മാത്സും കാര്യങ്ങൾ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലെങ്കിൽ റീസണിങ് അങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്ക് വെച്ചിട്ട് മാത്സും ചോദിച്ചിട്ടുണ്ട്. അത് 30 അല്ല 20 മാർക്കിനാണ് ആ ഒരു മാത്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ 100 മാർക്കിനാണ് ഈ ഒരു എക്സാം വരുന്നത്. ഓക്കെ, അപ്പം ബേസിക് ആയിട്ടുള്ള സിലബസ് ഒക്കെയാണ് നമുക്ക് അത്യാവശ്യം BTech കംപ്ലീറ്റ് ആക്കിയവർക്കും അല്ലെ എല്ലാവർക്കും അത്യാവശ്യം പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റുന്നൊരു സിലബസുമാണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ള കാര്യം ഓർക്കുക.
ഓക്കെ, അപ്പോൾ നമ്മുടെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിൻ്റെ ലോങ് ടൈം ബാച്ച് ഏണസ്റ്റ് അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോട്ടിഫിക്കേഷൻ വരുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു, വരാറായിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതനുസരിച്ച് നമ്മൾ കുറച്ച് നേരത്തെ നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ ക്ലാസ്സുകളൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ, കുറച്ച് ക്ലാസ്സുകളായിട്ടുള്ളൂ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്ത് നമുക്ക് ആ ഒരു ബാച്ചിൻ്റെ കൂടെ പ്രിപ്പയർ ചെയ്യാം. നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഇരിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ബിടെക് പഠിച്ച ഏത് ബ്രാഞ്ചും ആയിക്കൊള്ളട്ടെ, ഈ പറയുന്ന ഫിസിക്സ് മെയിൻ സബ്ജക്റ്റ് ആയിട്ടുള്ള ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരുമാണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ഈ ഒരു പോസ്റ്റിന് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള എല്ലാവരും കാത്തിരിക്കുന്ന ഒരു പോസ്റ്റാണ് ഈ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ റീസെൻ്റ് ആയിട്ടുള്ള ടോപ്പ് റാങ്കുകളാണ്. റീസെൻ്റ് ആയിട്ടുള്ള ടെക്നിക്കൽ എക്സാമുകൾക്കെല്ലാം നമുക്ക് ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക് പോലുള്ള റാങ്കുകൾ നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഈ ലാസ്റ്റ് ടൈം ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിൻ്റെ സെക്കൻഡ് റാങ്ക് നമ്മുടെ സ്റ്റുഡൻറ്റിനായിരുന്നു, ആനന്ദാസിനായിരുന്നു നമ്മുടെ ലാസ്റ്റ് ടൈം സെക്കൻഡ് റാങ്ക് എന്നുള്ള കാര്യം ഒന്ന് ഓർപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇനിയുള്ള പരീക്ഷകൾക്കും നിങ്ങൾക്ക് എന്താണ്, അല്ലെങ്കിൽ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ടോപ്പ് റാങ്ക് നേടാൻ നമ്മുടെ കൂടി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. നമ്മുടെ ക്ലാസ്സുകൾ ആ ഒരു രീതിയിലായിരിക്കും നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്ത് തരുന്നത്. ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും ടോപ്പിക് ടെസ്റ്റും മോഡൽ ടെസ്റ്റും ഒക്കെ വെച്ചിട്ട് വളരെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾക്ക് മെൻറ്റർഷിപ്പ് കാണും, വാട്സപ്പ് കമ്മ്യൂണിറ്റി കാണും, അങ്ങനെ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നൊരു ബാച്ചാണ് നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ്, നിങ്ങൾക്കും എന്താണ് കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ഡേറ്റ്, ഈ പറയുന്ന 4-ാം തീയതി, ഫെബ്രുവരി 4-ാം തീയതിക്ക് മുന്നായിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്യുക, നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനും ആരംഭിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.